നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നും കേരളത്തിൽ പല ജില്ലകളിലും അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കനത്ത മഴ തന്നെയാണ് ഇന്നും തുടരുന്നത്. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ശക്തമായ മഴയും കാറ്റും അനുഭവപ്പെടുന്നത്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഉയരുന്ന മറ്റൊരു ഭീഷണിയാണ് മഴ കനത്ത് പുഴകളിൽ വെള്ളം ഉയർന്നതോടെ കരയിൽ കയറിക്കിടന്നുള്ള മുതലകളും ചീങ്കണ്ണികളും. ഇതാണ് ഇപ്പോൾ ആളുകൾക്ക് ഭീഷണിയാകുന്നത്. വയനാട് ജില്ലയിൽ ചെറുതും വലുതുമായ പുഴകളിൽ വ്യാപകമായി മുതലകളും ചീങ്കണ്ണികളും പെരുകുന്നതിനിടെയാണ് ഭീമന്മാരായ മുതലകളും ചീങ്കണ്ണികളും പകൽ കൃഷിയിടങ്ങളിലും മറ്റും കയറിക്കിടന്ന് പുഴയോരവാസികളെ പേടിപ്പിക്കുന്നത്. മുൻപ് മഴക്കാലവും വെള്ളപ്പൊക്കവും കഴിഞ്ഞ് പുഴയിലെ ജലനിരപ്പ് താഴ്ന്നു തുടങ്ങുന്നതോടെയാണ് പുഴകളിലും പുഴക്കരയിലും മുതലകളെയും ചീങ്കണ്ണികളെയും കണ്ടിരുന്നതെങ്കിൽ ഇക്കുറി മഴക്കാലം ആരംഭിച്ചപ്പോൾ തന്നെ വയനാടുള്ള പനമരം, കബനി, കാവാടം പുഴകളിൽ ഇവയെ കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. പകൽ പുഴക്കരയിലുള്ള മൺതിട്ടയിൽ കയറി കിടക്കുന്ന ചീങ്കണ്ണികൾ വലിയ പുഴക്കരയിലും കൊച്ചില്ലത്തിലും കബനിയിലെ കൂടൽ കടവിലും പതിവ് കാഴ്ചയാണ്. ആവശ്യത്തിലധികം തീറ്റ ലഭിക്കുന്നതും മുതലകൾക്ക് വളരാൻ പറ്റിയ കാലാവസ്ഥയുമാണ് ഇവ പെരുകാൻ കാരണം. രാത്രി മാലിന്യം വ്യാപകമായി പുഴകളിൽ തള്ളുന്ന ഭാഗങ്ങളിലാണ് ചീങ്കണ്ണികൾ ഏറ്റവും കൂടുതൽ ഉള്ളത്. മുതലകളും ചീങ്കണ്ണികളും പനമരം പുഴയിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഉണ്ടെങ്കിലും ഇപ്പോൾ ഇവ ക്രമാതീതമായി പെരുകിയെന്ന് നാട്ടുകാർ പറയുന്നു. കുഞ്ഞൻ മുതൽ വലിയ മുതലകൾ വരെ കരയ്ക്ക് കയറി കിടക്കുന്നത് പതിവാണ്. പെട്ടെന്ന് കിടക്കുന്നത് കാണുമ്പോൾ അത് ഒരു പാറ പോലെ തോന്നിക്കുന്നു. പിന്നീട് ഇവ ആളനക്കം കണ്ടാൽ പാഞ്ഞെടുക്കും. വലിയ ശബ്ദത്തോടെ പുഴയിലേക്ക് ചാടും. 2 വർഷം മുമ്പ് വലിയ പുഴയിൽ അലക്കാനിറങ്ങിയ പരക്കുനിയിലെ വീട്ടമ്മയെ മുതല ആക്രമിച്ചിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ ഒരു സമയത്ത് ജലനിരപ്പ് ഉയരുന്ന സമയത്താണ് ഇപ്പോൾ ക്രമാതീതമായി ഇവ കരയ്ക്ക് കയറി കിടക്കുന്നത് കാണുന്നത്. അബദ്ധത്തിൽ ഇതറിയാത്ത വല്ല ആളുകളാണ് അവിടേക്ക് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇത് ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും പരിസരവാസികൾ അടക്കം പറഞ്ഞിട്ടുണ്ട്. വലിയ ഭീഷണിയാണ് ഇവ ഉയർത്തുന്നത്. ഇന്നും കനത്ത മഴ തന്നെയാണ് വയനാട് അടക്കം പ്രഖ്യാപിച്ചിരിക്കുന്നത്. വയനാട് അടക്കം ഇന്ന് സ്കൂളുകൾക്കും അവധിയാണ്. വടക്കൻ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മഴ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. 4 ജില്ലകളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ജില്ലകളിലാണ് ഒറ്റപ്പെട്ട കനത്ത മഴ പെയ്യുമെന്നുള്ള പ്രവചനം നിൽക്കുന്നത്. ശേഷിക്കുന്ന 10 ജില്ലകളിൽ നേരിയതോ മിതമോ ആയ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത്. യെല്ലോ അലേർട്ട് ഇന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ്. റെഡ് അലേർട്ട് 24 മണിക്കൂറിൽ 204.4 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ്. ഓറഞ്ച് അലേർട്ട് 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ്. ഏതായാലും കനത്ത കാറ്റിലും മഴയിലും ഇന്നലെയും ജില്ലകളിൽ വ്യാപകമായ നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. നാദാപുരം, താമരശ്ശേരി, പേരാമ്പ്ര, തൊട്ടിൽപ്പാലം, കക്കട്ടിൽ ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നത്. പുലർച്ചെ വരെ വീശിയ ചുഴലിക്കാറ്റിൽ വൻ നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വീടുകളും വാഹനങ്ങളും വൈദ്യുതി തൂണുകളും കൃഷിയും നശിച്ചു. മലയങ്ങാട് ഭാഗത്താണ് വ്യാപക നാശനഷ്ടം. ഉരുട്ടി, ഇന്ദിരാനഗർ ഭാഗങ്ങളിലും വിളകൾക്കും വീടുകൾക്കും നഷ്ടമുണ്ട്. മലയങ്ങാട് കുനിയിൽ അശ്വിൻ, കുഴിയാപ്ലാവിൽ ഷിബു, പുതിയമറ്റത്ത് വിപിൻ തുടങ്ങിയവരുടെ വീടുകൾക്കും കാര്യമായിട്ട് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല റബ്ബർ മരങ്ങളും ഒടിഞ്ഞു വീണ് ടാപ്പിംഗ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ അവിടെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. വീട്ടുമുറ്റത്ത് നിർത്തിയ കാറിലേക്കും തെങ്ങ് പതിച്ചിട്ടുള്ള അപകടം സംഭവിച്ചിട്ടുണ്ട്. അതുകൂടാതെ പണിതു തുടങ്ങിയ ഒരു വീടിന്റെ ചുമരുകൾക്ക് മുകളിലേക്കും മരങ്ങൾ കടപുഴക്കി വീണു. മാത്രവുമല്ല മറ്റുള്ള വീടുകളും അവിടെയുള്ള കനത്ത കാറ്റ് വീശുന്ന മേഖലകളിലുള്ള വീടുകൾക്ക് മുകളിലും മരങ്ങൾ വീണിട്ടുണ്ട്. തകർന്ന വൈദ്യുതി തൂണുകളും ലൈനുകളും നേരെയാക്കാൻ ദിവസങ്ങൾ വേണ്ടിവരും. റോഡുകളിലെ തടസ്സങ്ങൾ നാട്ടുകാർ മുറിച്ചു മാറ്റി. ജനപ്രതിനിധികളും MLAയും അടക്കമുള്ള സംഘങ്ങളൊക്കെ തന്നെ സ്ഥലത്തെത്തി. മഴ തുടരുന്നത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും തിരിച്ചടിയായിട്ടുണ്ട്. കൂടാതെ പല ഭാഗങ്ങളിൽ ഈ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടതുകൊണ്ട് പല റോഡുകളിലൂടെയും സഞ്ചരിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഈ മരം വീണിട്ടുള്ള മേഖലകളിലൊക്കെ തന്നെ വൈദ്യുതി മുടങ്ങി കിടക്കുകയാണ്. വലിയ മരങ്ങളാണ് വീഴുന്നത്. ഈ തേക്കുമരവും തെങ്ങൊക്കെയാണ് ഈ ഓടിട്ട വീടിന്റെ മുകളിലേക്ക് വീഴുന്നത്. അതും വലിയ നഷ്ടമാണ് സംഭവിക്കുന്നത്. പാലക്കാടും ഇതുതന്നെയാണ് അവസ്ഥ. പല റോഡുകളിലേക്കും മരം വൈദ്യുതി ലൈനിലേക്ക് പതിച്ചിട്ട് പലയിടത്തും വൈദ്യുതി മുടങ്ങിക്കിടക്കുകയാണ്. വൈദ്യുതി തൂണുകളും നിലം പൊത്തിയിട്ടുണ്ട്. ഓട്ടോറിക്ഷയുടെ മുകളിലേക്ക് ഒരു മരം തകർന്ന് വീണിട്ടുണ്ട്. ഒട്ടേറെ പ്രദേശങ്ങളിലാണ് മരം വൈദ്യുതി ലൈനിലേക്ക് വീണിട്ട് അവിടെ വൈദ്യുതി ഇല്ലാതെയായിരിക്കുന്നത്. ഏക്കർ കണക്കിന് കൃഷിയാണ് കനത്ത കാറ്റിൽ നശിച്ചിരിക്കുന്നത്. താമരശ്ശേരിയിലെ മലയോര പ്രദേശങ്ങളിലും കനത്ത മഴയാണ്. വലിയ ശക്തമായ
ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടം സംഭവിച്ചു. ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളിലുള്ളവർ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറി താമസിക്കണം. വെള്ളം കയറാൻ സാധ്യതയുള്ള താഴ്ന്ന ഇടങ്ങളിൽ കഴിയുന്നവരും ക്യാമ്പുകളിലേക്ക് മാറണമെന്ന് അറിയിച്ചിട്ടുണ്ട്. അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണം. അപകടാവസ്ഥയിലായ മരങ്ങൾ, പോസ്റ്റുകൾ എന്നിവ സുരക്ഷിതമാക്കണം. ശക്തമായ മഴയിൽ നദികളിൽ ഇറങ്ങാൻ പാടില്ല. അത്യാവശ്യമില്ലാത്ത യാത്രകളും ഒഴിവാക്കണം. അപകടകരമായ രീതിയിൽ ജലനിരപ്പ് നിലനിൽക്കുന്നതിനാൽ ചില നദികളിൽ സംസ്ഥാന ജലസേചന വകുപ്പ് ഓറഞ്ച്, യെല്ലോ അലേർട്ടുകൾ നൽകിയിട്ടുണ്ട്. ഈ നദികളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് വരുന്ന 5 ദിവസമാണ് മഴ ശക്തമാകുമെന്നുള്ള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് നിലനിൽക്കുന്നത്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും നാളെയും യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചു കടക്കാനോ പാടില്ലെന്നും അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. മാത്രമല്ല, രാത്രി യാത്ര അത് പരമാവധി ഒഴിവാക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതൊക്കെ മേഖലയിലുള്ള ആളുകളാണോ അവർക്ക് ഭരണാധികാരികളിൽ നിന്ന് ക്യാമ്പിലേക്ക് മാറാനുള്ള നിർദ്ദേശം ലഭിച്ചാൽ ഉടൻ തന്നെ ക്യാമ്പുകളിലേക്ക് മാറാനും പറഞ്ഞിട്ടുണ്ട്.